NIOSന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മറ്റൊരു സന്തോഷ വാർത്തയാണ്. കാരണം NIOSന്റെ ഏപ്രിൽ 2022 അപ്പോൾ പരീക്ഷ എഴുതുവാൻ വേണ്ടിയുള്ള ആ പ്രവേശനത്തിനുള്ള അഡ്മിഷൻ രജിസ്ട്രേഷൻ ആക്ച്വലി ഓഗസ്റ്റ് 31 അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ പല കുട്ടികൾക്കും ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം വെച്ചുകൊണ്ട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല കുട്ടികൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ +2വിന്റെ സേ പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ പല കുട്ടികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളും ഈ അവസ്ഥയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് പാരലൽ കോളേജിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പാരലൽ കോളേജ് അസോസിയേഷൻ ഭാരവാഹികളായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജി സാറും സംസ്ഥാന സെക്രട്ടറി രാജീവ് സാറും എല്ലാം ഒരു നിവേദനം നമ്മുടെ NIOSന്റെ റീജിയണൽ ഡയറക്ടർ ശ്രീ രവീന്ദ്രൻ സാറിന്റെ മുമ്പാകെ കൊടുക്കുകയുണ്ടായി. അദ്ദേഹം ആ കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായി ഇടപെടുകയും ഇപ്പോൾ അതിലൊരു തീരുമാനം വന്നിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ഏപ്രിൽ ബാച്ചിലെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഫൈൻ ഇല്ലാതെ, വീണ്ടും പറയാം, ഫൈൻ ഇല്ലാതെ സെപ്റ്റംബർ 30 വരെ അവർക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള തീരുമാനം വന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. അതിനുശേഷം ഒക്ടോബർ 15 വരെ 200 രൂപ ഫൈനും, പിന്നീട് ഒക്ടോബർ 31 വരെ 400 രൂപ ഫൈനും, പിന്നീട് നവംബർ 15 വരെ 700 രൂപ ഫൈനോടും കൂടി ഏപ്രിൽ മാസത്തേക്ക് നിങ്ങൾക്ക് പ്രവേശനം നേടുവാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അനുഭാവപൂർവ്വം ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിയ, പിഴ ഒഴിവാക്കി തന്ന് ഡേറ്റ് നീട്ടി തന്ന, അതിനുവേണ്ടി ഇടപെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട NIOSന്റെ കൊച്ചി റീജിയണൽ ഡയറക്ടർ ശ്രീ രവീന്ദ്രൻ സാറിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും പാരലൽ കോളേജ് അസോസിയേഷൻ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അറിയുന്നവരാണ്. അത് പലപ്പോഴും പരിഹരിക്കാറുണ്ട്. പലപ്പോഴും അത് പത്രമാധ്യമങ്ങളിലും മറ്റു വരാറില്ല എന്ന് മാത്രം. നിരവധി പ്രശ്നങ്ങളാണ് അവർ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇടപെട്ട പാരലൽ കോളേജ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിക്കും അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ജി സാറിനും രാജീവ് സാറിനും മറ്റെല്ലാവർക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ NIOSന്റെ ഓഫീസിലേക്ക് വരുന്ന എല്ലാ കോളുകളും അവർക്ക് എടുക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അത്രയും കോളുകളാണ് വരുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂരിൽ നിന്നോ കാസർഗോഡ് നിന്നൊക്കെ ഉള്ള കുട്ടികൾ വിളിക്കുമ്പോൾ പലപ്പോഴും കോളുകൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോളുകളും എടുക്കുവാൻ പറ്റാത്ത രീതിയിൽ, മനുഷ്യസാധ്യമായ രീതിയിൽ എടുക്കുവാൻ പറ്റാത്ത രീതിയിൽ അത്രയും കോളുകളുടെ ബാഹുല്യമാണ് NIOSന്റെ ഓഫീസിൽ വരുന്നത്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓൾ കേരള അടിസ്ഥാനത്തിൽ ഇത്രയും കോളുകൾ വരുമ്പോൾ അത് എടുക്കുവാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ കൂടി അസോസിയേഷൻ ഭാരവാഹികൾ ശ്രീ രവീന്ദ്രൻ സാർ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇപ്പോൾ അതിന് കൂടി ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ അനവധി കോളുകൾ വരുന്ന സാഹചര്യത്തിലും കുട്ടികളുടെ കോളുകൾ മിസ്സാകാതെ അവരുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫും സഹകരിച്ചുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും NIOSന്റെ സ്റ്റാഫ് കുട്ടികളുടെ ഫോണിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലേക്ക് ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി മുൻകൈയെടുത്ത രവീന്ദ്രൻ സാറിനും അതുപോലെ കൊച്ചി ഓഫീസിലെ എല്ലാ സ്റ്റാഫിനും ഞാൻ പലപ്പോഴും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൊച്ചി റീജിയണൽ ഓഫീസിലെ NIOSന്റെ സ്റ്റാഫ് വളരെ സൗഹൃദപരമായിട്ട് ഇടപെടുന്നവരാണ്. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എപ്പോഴും താല്പര്യം എടുക്കുന്നവരാണ്. പലപ്പോഴും ഈ കോളുകളുടെ ബാഹുല്യം മൂലമോ ഇപ്പോൾ കോവിഡിന്റെ കാലഘട്ടത്തിൽ സ്റ്റാഫിൻ്റെ എണ്ണത്തിലൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ കൂടി മറികടന്നുകൊണ്ട് ഒരു പെർഫെക്റ്റ് സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനും ഞങ്ങൾ എല്ലാവരും തന്നെ റീജിയണൽ ഡയറക്ടർ രവീന്ദ്രൻ സാറിനും അതുപോലെ തന്നെ കൊച്ചി ഓഫീസിലെ ഓരോ സ്റ്റാഫിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുവാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ മനസ്സിലാക്കുക, നിങ്ങളുടെ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുവാനുള്ള അവസാന തീയതി ഫൈൻ ഇല്ലാതെ കഴിഞ്ഞുപോയി. ഇനി 1500 രൂപ സൂപ്പർ ഫൈൻ അടക്കം നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം 6 വരെ മാത്രമേ അടയ്ക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ആരെങ്കിലും പരീക്ഷാ ഫീസ് അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് 1500 രൂപ സൂപ്പർ ഫൈൻ സഹിതം അടയ്ക്കുക. അതുപോലെ ഏപ്രിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ തയ്യാറായിരിക്കുക. നിങ്ങൾക്ക് 30 വരെ സമയമുണ്ട്. അപ്പോൾ പണമില്ലാത്തവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നവരൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഫീസൊക്കെ സംഘടിപ്പിച്ചിട്ട് അത് ചെയ്യുവാനുള്ള ഒരു അവസരം കൂടി വന്നിരിക്കുകയാണ്. അതുകൂടി നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലുള്ള പ്രധാനപ്പെട്ട വാർത്തകളുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഒരു 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കിടിലൻ വാർത്തയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്.
അപ്പോൾ എന്ത് ചെയ്യണം? ആ വാർത്ത കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കൂ. അപ്പോൾ ഞാൻ പ്രദീപ് കുമാർ, ചെയർമാൻ, എൻലൈറ്റ് കോളേജ്, സൈനിങ് ഓഫ്. ബൈ ബൈ.